ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഹരികുമാർ അവസാനം ജോലി ചെയ്തത് നന്ദൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡ്ക്വാർട്ടറിലാണ്. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് പ്രതി ജോലി നോക്കിയിരുന്നത്. ഹരികുമാറിന്റെ അച്ഛൻ മരിച്ചതോടെ ജോലി നഷ്ടമായി. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിവരങ്ങൾ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹരികുമാർക്ക് താമസിച്ചിരുന്ന ആ വാടക വീട്ടിലാണ്. 3 വർഷം മുമ്പാണ് ഇവർ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. ഇത് ഹരികുമാർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. ഇയാൾ ഈ ജോലിക്കൊക്കെ പോയിരുന്നത് ഈ വാഹനത്തിലായിരുന്നു. ഇപ്പൊ ഈ അയൽവാസികളൊക്കെ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അയാൾ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ്. ഇയാൾ അവസാനം ജോലി ചെയ്തിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായി നന്ദൻകോടുള്ള ആസ്ഥാനത്ത്. അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു, സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഈ അച്ഛൻ മരിച്ചതോടെ ജോലിക്ക് പോകാതെ ആ ജോലി നഷ്ടമായി. ഇയാൾ മുമ്പ് ഇവിടെ ഇതിനടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ആളുടെ കീഴിൽ നിന്ന് പഞ്ചവാദ്യവും കലയും പഠിച്ചിരുന്നു. അതിനെങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു പഞ്ചവാദ്യത്തിന്റെ. മാത്രമല്ല ഇയാൾ ഒരു പൂജാരിയുടെ കീഴിൽ ഒരു സഹായിയായിട്ടും പോയിരുന്നതാണ്, ഈ പൂജയ്ക്കും മറ്റും സഹായിയായിട്ട് പോയിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പം ചിലർ പറയുന്നുണ്ട്, അമ്മ ഈ പുള്ളിയൊക്കെ അറിയായിരുന്നല്ലേ, എന്നും കാണുന്നതല്ലേ? എന്നും കാണും. ഞാൻ എന്നും വരും, വണ്ടിയുടെ അവിടെ വരും. 2-3 പ്രാവശ്യം വരും, വണ്ടി കൊണ്ടുവയ്ക്കാനും എടുക്കാനും. അങ്ങനെ എന്നും കാണും. സംസാരിക്കൊന്നുമില്ല. അധികം സംസാരിക്കാത്ത ആളാണല്ലേ ഈ ഹരികുമാർ? സംസാരിക്കില്ലല്ലോ, സംസാരിക്കില്ല. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒക്കെ, അച്ഛനൊക്കെ വരാറുണ്ടോ ഈ വീട്ടില്? അത് അവന്റെ ഈ ചെറുക്കൻ്റെ അച്ഛൻ സംഭരിച്ചപ്പോൾ വന്നത് തന്നെ. അതിനുശേഷം ഈ ചടങ്ങിനാണ് വന്നത്. രാത്രി 10-11 മണി ഞാൻ വന്നപ്പോഴേ. അപ്പോഴവനെ പഴി ചാരാന്ന് പറഞ്ഞവർ ചെയ്ത് കാണും കരുതിക്കൊട്ടി. അതാ ഈ ഹരികുമാർ ഈ കുഞ്ഞിനെ എപ്പോഴെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് കാണുക കേൾക്കും, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? കുഞ്ഞിനെയൊക്കെ എടുക്കാറുണ്ടോ ഇയാൾ? എടുത്തുകൂടെ കൊച്ചുകൊണ്ടൊക്കെ നിൽക്കും, ചെയ്യും. റോഡിൽ എടുത്തുകൊണ്ട് നിൽക്കാറുണ്ടല്ലേ? നമ്മൾ കാണും. അധികം സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു പ്രകൃതമാണ് പുള്ളി. ആർക്കും അങ്ങനെ സംസാരിക്കില്ല. ഇവിടെ വന്നാലും ഞാൻ വന്നാലും സംസാരിക്കില്ല. ഉണ്ടാകുന്ന വണ്ടി എടുത്തോണ്ട്. അതാണ് എസ്കേനെ. വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ് അയാൾ. അധികം നാട്ടുകാരോട് അയൽവാസികളോട് പോലും അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളുടെ ഈ സ്വഭാവ വൈകൃതമാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അതായത് അധികം ആരോട് സംസാരിക്കാത്ത, ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ഹരികുമാർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.